ഒരു തവണ ഞാൻ നിങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങി. അന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരു ജീവൻ രക്ഷിക്കണമായിരുന്നു. അതിന്റെ മറവിൽ വിക്രമിന്റെ ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കാൻ നോക്കുന്നതെങ്കിൽ എല്ലാം എനിക്ക് തുറന്നു പറയേണ്ടി വരും. അച്ഛന്റെ മുൻപിലും നിയമത്തിന്റെ മുൻപിലും വിക്രം നഷ്ടപ്പെട്ടാൽ എനിക്ക് വേറൊന്നും നോക്കാനില്ല. നീ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല. അത് ഉറപ്പായിരിക്കണമെന്ന് മാത്രം. ഇവിടെ പണി ഉണ്ടാക്കോ? ഏയ്, വാസവന്റെ ആളുകൾ പണി നടപ്പാക്കട്ടെ, ബാക്കിയൊക്കെ നമുക്ക് അപ്പം നോക്കാം. നിങ്ങളുടെ മകൻ വിക്രം എവിടെ? അത് ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത് അതോറ? അയ്യോ, ഞങ്ങൾ ആരെയും എവിടെയും ഒളിപ്പിച്ചിട്ടില്ല. ഇത്തവണ ചെറിയ വിഷയമല്ല, കൊലപാതകമാണ്. അറിയാമല്ലോ. അതിന് അവനാരെയും കൊന്നിട്ടില്ല സാറേ. അയ്യോ പാവം, ആരുമായിട്ടും ഇന്നേ വരെ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത നിഷ്കുവാണല്ലോ അവൻ. സാറേ, വിക്രം എവിടെയാന്ന് ചോദിച്ച് ഇന്നലെ രാത്രി കുറെ പേര് വന്നു. അവരെ വീടാകെ തല്ലി തകർത്തു. ഈ വീടിനോട് ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ സ്ഥാപനം ഇത്. എത്ര രൂപയുടെ സാധനങ്ങൾ അവരെ നശിപ്പിച്ച് കളഞ്ഞെന്നറിയോ? സ്വാഭാവികമല്ലേ പെങ്ങളെ? പേര് കേട്ട ഒരു രാഷ്ട്രീയക്കാരന്റെ മകനെ കുത്തി കൊന്നിട്ട് മുങ്ങിക്കളഞ്ഞ പിന്നെ അണികൾ വെറുതെ ഇരിക്കുവോ? ഇത്രയൊക്കെയല്ലേ ഉണ്ടായുള്ളൂ എന്ന് സമാധാനിക്ക്. പകരത്തിന് പകരം തീർക്കാൻ ഈ വീട്ടിൽ നിന്ന് ഒന്നിന്റെ തലയെടുക്കണമെന്ന് അവർക്ക് തോന്നിയില്ലല്ലോ. പെങ്ങളെ വിധവയാകാതിരുന്നത് ദൈവാനുഗ്രഹമാണെന്ന് വിചാരിക്കുക. അവനല്ല സാറേ അത് ചെയ്തത്. അത് നടക്കുന്ന സമയത്ത് അവൻ കൂട്ടുകാരുടെ കൂടെയായിരുന്നു. വേണമെങ്കിൽ സാർ പോയെന്ന് അന്വേഷിച്ചോളൂ. ഓഹോ, അപ്പൊ അവനിവിടെ എത്തി പറയേണ്ട വിധമൊക്കെ നന്നായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? സാറേ, എന്റെ അമ്മച്ചി, അവൻ ആ ചെറുക്കനോട് മുന്നേ വൈരാഗ്യമുള്ളതാ. നടുറോഡിലിട്ട് പട്ടിയെ പോലെ തല്ലുന്നത് കണ്ടിട്ട് അവന്റെ ഭാര്യ തന്നെയല്ലേ കോടതിയിൽ വന്ന് സാക്ഷി പറഞ്ഞത്? അന്നത് ചെയ്തു എന്ന് കരുതി എന്നും അവനാണ് പ്രതി ആകണമെന്നില്ലല്ലോ സാറേ. ഇത് അവനെ പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ. ആണോ? എന്നാൽ അത് ആരാണെന്ന് കൂടി മാഷ് കണ്ടെത്തിയേക്ക്. എന്തേ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവൻ കുത്തുന്നത് കണ്ട ദൃക്സാക്ഷിയുണ്ട്. മരിച്ച പയ്യനുമായുള്ള പഴയ വൈരാഗ്യം കൂടി കണക്കിലെടുക്കുമ്പോ കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല. പകയോടെ കാത്തിരുന്ന് നടത്തിയ കൊലയാണ്. ജീവപര്യന്തത്തിലൊന്നും ഒതുങ്ങാൻ പോകുന്നില്ല. കൊലക്കേട് തന്നെ കിട്ടിയേക്കും. കരയാതിരി കമല, ശിക്ഷ നിശ്ചയിക്കുന്നത് പോലീസല്ലല്ലോ, കോടതിയല്ലേ. ഇത്തവണ അങ്ങനെ കോടതിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റില്ല മാഷേ. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. മര്യാദയ്ക്ക് അവനോട് വന്ന് കീഴടങ്ങാൻ പറയണം. ഞങ്ങൾ മെനക്കെട്ട് തേടി പിടിച്ചാ പിന്നെ അറിയാലോ, കുറെ കാലത്തെ കലിയ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടേ ഞങ്ങൾ കോടതിയിലെത്തിക്കൂ. ജയിലിനകത്തായാലും അവൻ മരണം വരെ ചുമച്ച് കുരച്ചു കിടക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. പാടോ അവ അതിലിടയ്ക്ക് നീ ഇത് കഴിച്ച. ഇതിനകത്ത് ഇങ്ങനെ എത്ര ദിവസം ഇരിക്കുന്ന ചേട്ടാ? ഞാൻ നാളെ പുറത്തിറങ്ങാൻ പോവാ. ഭ്രാന്ത് പറയല്ലേ? പുറത്തു മുഴുവൻ ആ വാസവന്റെ ആളുകൾ പാഞ്ഞു കിടക്കുക. വീട്ടിലേക്ക് അവര് ചെല്ലുമെന്ന് എന്റെ പേടി. അവർക്ക് നിന്നെ മാത്രം മതി. ശ്രീനി സാർ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ? നീയല്ലേ ചെയ്തെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇലക്ഷനെ ഇത് ബാധിക്കുമെന്ന് ഉറപ്പാണല്ലേ? ആളുകളുടെ എല്ലാം ഉള്ളില് അത് നീയാ ചെയ്തെന്ന്, നീയോ ശ്രീനി സാറുമായി ബന്ധപ്പെട്ട വേറെ ആളുകളോ അല്ല ഇത് ചെയ്തെന്ന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും വാസവൻ അനുകൂലമാവും തരംഗം. ഉറപ്പായിട്ടും സാറിനെതിരെ ജനരോഷം ഉയരും. അതും എന്റെ പേരിലായിപ്പോയി. നീയാണത് ചെയ്തതെന്ന് ആ പൊളിക്കൻ പോലീസിനോട് പറഞ്ഞും പോയി. അതെന്തിനാ? ശ്രീനി സാർ ചോദിച്ചു, നീയാണെന്ന് തോന്നിയത്രേ. നിന്റെ പേര് വിളിച്ചപ്പോ കുത്തിയ ആള് തിരിഞ്ഞു നോക്കി. അപ്പോ അവൻ അയാളുടെ കൈ വലിച്ചോടി. കുറച്ചു കഴിഞ്ഞപ്പോ അയാൾ അവനെ തള്ളിയിട്ട് പോയി. ഓട്ടം കണ്ടിട്ട് നിന്നെ പോലെ തന്നെ ഉണ്ടെന്നാ പുളിക്കാൻ പറഞ്ഞത്. പൊളിക്കൻ അങ്ങനെ തോന്നിയതാണ് പ്രശ്നമായത്. അത് വെറുതെ അങ്ങ് തോന്നിയതല്ലെങ്കിലോ. പുള്ളിക്കൻ ഇതിനൊരു കളി കളിച്ചിട്ടുണ്ടെങ്കിലോ രാജേട്ടാ? പുളിക്കനോ? അവനങ്ങനെ ചെയ്യൂ? മുമ്പ് ശ്രീനി സാറിന്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്തറിയാറുണ്ടായിരുന്നു. ഇപ്പൊ അത് ഓർക്കുമ്പോ അവൻ മുഖേനയായിരുന്നു എന്നൊരു സംശയം. അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ അപ്പൊ തന്നെ പിടിക്കാമായിരുന്നില്ലേ? ശ്രീനി സാറിന്റെ വിശ്വസ്തനല്ലേ എന്ന് ഓർത്തപ്പോ വെറുതെ സംശയിക്കണ്ടല്ലോ എന്ന് കരുതിയത്. പക്ഷെ ഇപ്പൊ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ നമുക്ക് അവനെ അങ്ങ് പൊക്കിയാലോ രാജേട്ടാ? സംഗതി തെളിയിക്കാൻ അതേ മാർഗമുള്ളൂ. നശിച്ചൊരു കൊതുക് കടിച്ച മനുഷ്യന് പരിവായി. പാമ്പ് ശൂശൂന്ന് വിളിക്കോ? ഇങ്ങോട്ട് വിളിച്ച് കൊത്തുന്ന പാമ്പുകളും ഉണ്ട് കുളിക്കാ. ഈശോയെ, താനെന്നെ കണ്ടു എന്നല്ലേ കുളിക്കാ പറഞ്ഞത്? ഞാൻ നിന്നെ വിളിച്ചപ്പോ നീയല്ലേ തിരിഞ്ഞു നോക്കിയത്? ഞാൻ രക്ഷപ്പെടാന്ന് പറഞ്ഞപ്പോ നീയല്ലേ കൂടെ വന്നത്? അത് തനിക്കുണ്ടായ തോന്നലും അതോ താൻ മനഃപൂർവ്വം കളിച്ച നാടകം? അത് എടോ, തന്റെ മുഖം കണ്ടാൽ അറിയാടോ താനെന്തോ ഒളിക്കുന്നുണ്ടെന്ന്. പറയടോ, എന്താ ശരിക്കും സംഭവിച്ചത്? രാജേട്ടനെ പിടിക്ക. അയ്യോ ഫോണ്. അയ്യോ അയ്യോ തല്ലിക്കൊല്ലണ വിക്രം. അയ്യോ എടാ, എന്തിനാ സത്യം പറയടാ നീ. തല്ലടാ, ഇനി തല്ലല്ലേ. എനിക്ക് ഇത്തിരി വെള്ളം വേണം. നല്ല വരുമ്പോ മിനറൽ വാട്ടർ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ആര് പറഞ്ഞിട്ടാടാ നീ വിക്രമനെ പറ്റിയത്? പറയടാ. പറയാം, ഞാൻ പറയാം. നീ അറിയില്ല എന്താണോ? സാറേ ഞാൻ അവരുടെ കയ്യിൽപ്പെട്ട് ഇപ്പൊ ജസ്റ്റ് രക്ഷപ്പെട്ടതേ ഉള്ളൂ. ആരുടെ കയ്യിൽ നിന്ന്? വിക്രമിന്റെ. എന്നിട്ട് എന്നെ കുറെ തല്ലി സാറേ. വിക്രമാണ് കൊന്നതെന്ന് നുണ പറഞ്ഞതാണെന്ന് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്നിട്ട് പക്ഷേ സാറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലട്ടാ. എന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ തന്റെ മരണം എന്റെ കൈയുണ്ടാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. തന്ന കാശിന് ഞാൻ നന്ദി കാണിക്കും സാറേ. അല്ല, ഞാനിനി എന്താ വേണ്ടത് സാറേ? അവരുടെ കയ്യിൽപ്പെട്ട അവൻ ഉറപ്പായി എന്നെ കൊല്ലും. അതിനു മുമ്പ് അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാ പോരെ? അയ്യോ, എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റൂല സാറേ. എനിക്കതിനുള്ള ആവതില്ല. താൻ ആദ്യം തന്നെ വിക്രം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടത്. ഇന്ന് രാത്രി തന്നെ വാസവൻ ആ സ്ഥലത്തെത്തി അവനെ തീർത്തോളൂ. എനിക്കോ തനിക്കോ അതിൽ ഒരു പങ്കും ഉണ്ടാവില്ല. താൻ വേഗം ആ സ്ഥലം കണ്ടത്. ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി സാറേ, ഓക്കെ. നിങ്ങള് ശ്രീനി സാറിനെ പോയി വിവരം അറിയിക്കുക. ഇന്ന് രാത്രി തന്നെ അവനെ പോകണം. ഇന്ന് രാത്രി തന്നെ അവനെ പോലീസിൽ ഏൽപ്പിച്ച് മൊഴി രേഖപ്പെടുത്തണം. ആര് പറഞ്ഞിട്ടാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്തിട്ട് വേണം പോലീസിന് വിട്ടുകൊടുക്കാൻ. ഇതിന് പുറകിലുള്ളവര്
പോലീസിനെ സ്വാധീനിക്കാതിരിക്കാൻ അതാണ് നല്ലത്. എന്നാ നിങ്ങൾ വിട്ടോ, ഞാൻ പൊയ്ക്കോളാം. കൂട്ടിന് രാജേട്ടനെ നിർത്തണോ? ഏയ് വേണ്ട, ഇനി അവനെ പോലീസിൽ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. ഒരു കാര്യം ചെയ്യ്, എന്റെ ഫോൺ നീ വെച്ചോ, നിന്റെ ഫോണ് ഞാനും വെക്കാം. ടവർ ലൊക്കേഷൻ തപ്പി പോലീസ് എത്തണ്ട, ഞങ്ങൾ ഉണ്ടാക്കടാ. ഏയ് വേണ്ട, ഞാൻ പൊയ്ക്കോളാം, നിങ്ങൾ ചെല്ലേ. വിളിക്കാം, പറ. ശരി, നീ അവിടെ തന്നെ നിന്നാ മതി. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വിളിച്ചു പറയാം. ഞാനിപ്പോ വാസുവിനെ വിളിക്കട്ടെ. ശരി, വിളിക്കാം. ശരി സാറേ, ഓക്കെ. കുറച്ചുനേരം ഒന്ന് കണ്ണടച്ച് കിടന്നൂടെ? ഹലോ, ഹലോ വാസുവ, അവൻ ഇരിക്കുന്ന സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു. എവിടെയുണ്ട്? ചപ്പാത്ത് ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ടൊരു വഴിയുണ്ട്. ആ വഴി പോകുമ്പോ ഒരു ഐസ് പ്ലാന്റ് കാണാം. അതിന്റെ ഓപ്പോസിറ്റ് നടന്ന ബീച്ച് സൈഡിലാണ് എത്തുക. അവിടെയുള്ള ഒരു ഷെഡിലാണ് അവനുള്ളത്. ലൊക്കേഷൻ ഞാൻ അയച്ചുതരാം. പിന്നെ അവന്റെ ടവർ ലൊക്കേഷൻ അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്ന് പോലീസിനോട് പറഞ്ഞേക്ക്. അവൻ ഉപയോഗിക്കുന്നത് ജോസഫിന്റെ ഫോണും ജോസഫിന്റെ കയ്യില് അവന്റെ ഫോണുമാ. അവൻ അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുണ്ടല്ലോ അല്ലേ? 100%. ബാക്കി ഞാൻ നോക്കിക്കോളാം. ശരി. ഇതെങ്ങോട്ടാ എങ്ങോട്ടാ പോണേ? ചോദിച്ചത് കേട്ടില്ലേ? അവൻ ഒളിച്ചിരിക്കുന്ന എവിടെയാന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് നേരിട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളായിട്ട് ഇനി ഒന്നിനും നിൽക്കണ്ട. പോലീസിനെ അറിയിച്ച പോരെ. പറയുന്നത് കേക്ക് പ്ലീസ്. ഞാൻ പറയുന്നത് കേക്ക് വാസുവേട്ടാ, പ്ലീസ്. വിക്രമിനെ നിങ്ങൾ നേരെ ചക്രപാണി സാറിന്റെ ഓഫീസിൽ എത്തിച്ചാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം.